കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിൽ ഒരു പാകിസ്ഥാൻ ഡ്രോൺ പറന്നത് വലിയ വിവാദമായിരുന്നു. സൈനികർ ഇതേ തുടർന്ന് കടുത്ത ജാഗ്രതയാണ് അവിടെ പുലർത്തിയത്. ഇത് വലിയ രീതിയിലുള്ള പ്രകോപനത്തിന് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യൻ ആർമിയുടെ അമോക് ഫ്യൂറി അഭ്യാസം പാക് അതിർത്തിയിൽ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചുകൊണ്ടാണ് ഈ അഭ്യാസം നടക്കുന്നത്. പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ സപ്തശക്തി കമാൻഡ് അമോക് ഫ്യൂറി എന്ന പേരിൽ ഒരു പ്രധാന അഭ്യാസം നടത്തി. ഈ സംയോജിത ഫയർ പവർ അഭ്യാസത്തിലൂടെ ഇന്ത്യൻ സൈന്യം അതിൻ്റെ യുദ്ധശേഷി, ഏകോപനം, പ്രവർത്തന സന്നദ്ധത എന്നിവയുടെ ശ്രദ്ധേയമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. യഥാർത്ഥ യുദ്ധസമാന സാഹചര്യങ്ങളിൽ സൈന്യത്തിൻ്റെ സന്നദ്ധത പരീക്ഷിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അതായത് ഒരു മോക്ക് ഡ്രിൽ തന്നെയാണ് സൈന്യത്തിൻ്റെ എന്ന് നമുക്ക് പറയേണ്ടി വരും. നിരവധി സൈനിക ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഈ യുദ്ധാഭ്യാസങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ യുദ്ധ ടാങ്കുകൾ ഉണ്ടായിരുന്നു, കാലാൾപ്പട, യുദ്ധവാഹനങ്ങൾ, ആക്രമണ ഹെലികോപ്റ്ററുകൾ, ദീർഘദൂര പീരങ്കി സംവിധാനങ്ങൾ, ഡ്രോണുകൾ, മറ്റ് അത്യാധുനിക ആയുധ സംവിധാനങ്ങൾ എന്നിവ ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുന്നു. സൈനികരുടെ ദ്രുതവിന്യാസം, ആക്രമണാത്മക കരപ്രവർത്തനങ്ങൾ, സംയുക്ത പ്രവർത്തനങ്ങൾ എന്നിവയുടെ കീഴിൽ ഇന്ത്യൻ സൈന്യം നിരവധി അഭ്യാസങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നെറ്റ്വർക്ക് അധിഷ്ഠിത ആശയവിനിമയങ്ങൾ, കമാൻഡ് കൺട്രോൾ ഘടനകൾ, തത്സമയ നിരീക്ഷണം, ലക്ഷ്യമിടൽ സംവിധാനങ്ങൾ എന്നിവയും ഈ അഭ്യാസത്തിൽ ഉപയോഗിച്ചു. ആധുനിക യുദ്ധക്കളത്തിൽ ഉയർന്നു വരുന്ന ഭീഷണികളെ ഫലപ്രദമായി നേരിടാനുള്ള സൈന്യത്തിൻ്റെ കഴിവ് ഈ അഭ്യാസത്തിൽ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.